ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ മിക്സിയും ഫ്രൈങ് പാനും ഉപയോഗിച്ചാണ് ഇതിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള കേക്കാണിത്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത ജാർ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. പഞ്ചസാരയുടെ നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ ആ തണുപ്പൊക്കെ മാറിയിട്ട് വേണം എടുക്കാൻ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. നന്നായിട്ടിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലെടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഈ മൈദയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഒരുപാടിട്ടങ്ങ് അടിച്ചെടുക്കരുത്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പകുതി വീതം 2 ബൗളിലാക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് 2 ബൗളിലാക്കിയാണ് ഒഴിച്ചെടുക്കുന്നത്. രണ്ട് ബൗളിലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഒരെണ്ണം മാറ്റി വയ്ക്കാം. ഒരെണ്ണത്തിലേക്ക് നമുക്കിനി കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു അരിപ്പയിലൂടെ കൊക്കോ പൗഡറിലുള്ള കട്ടയെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്കതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കാം. പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചോക്ലേറ്റിൻ്റെ ബാറ്ററും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് ബാറ്ററും ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിതുപോലുള്ള ഒരു ഫ്രൈ പാനിലാണ്
കേക്കൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് ആദ്യം ഫസ്റ്റ് വാനിലയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വാനിലയുടെ ഫ്ലേവർ ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഈ ബാറ്റർ രണ്ടും തീരുന്നത് വരെ ഇതുപോലെ ഈ പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ ഫുള്ളായിട്ടും ബാറ്റർ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ഡിസൈനും കൂടെ കൊടുക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഓരോ പ്രാവശ്യവും ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ടൂത്ത് പിക്ക് ഓരോ പ്രാവശ്യവും ഒന്ന് തുടച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഞാനൊരു പഴയ ദോശക്കല്ല് നന്നായിട്ട് തന്നെ സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഈ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം, നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ലിഡിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു കൊടുക്കണം. ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കൊക്കെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. ഒട്ടും തന്നെ കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. മിക്സിയും ഫ്രൈ പാനും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.